അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് എല്ലാവർക്കും നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൗകര്യമുള്ള ഒരു വീട്. വീട് വെക്കാൻ പ്രയാസപ്പെടുന്ന, അതിൻ്റെ പണികൾ ആരംഭിച്ച എല്ലാവർക്കും അല്ലാഹു തആല എളുപ്പം നൽകുമാറാകട്ടെ. ആ വീട്ടിൻ്റെ അകങ്ങളിൽ നിന്ന് നല്ല സ്വഭാവങ്ങളും സംസ്കാരങ്ങളും നല്ല മനുഷ്യന്മാരെ വാർത്തെടുക്കുന്ന അന്തരീക്ഷവും നമ്മുടെ കുടിലുകളിൽ നിന്ന് പറന്നകലുന്ന കാരണം വീട്ടിൽ നേരത്തെ എത്താനും അന്തിയുറങ്ങാനും ബാപ്പ ഉമ്മമാരോടൊപ്പം ഇക്കാക്ക ഇത്താത്തമാരോടൊപ്പം സഹവസിച്ച് കഴിയാനും ഒരു ചെറിയൊരു വിഭാഗം വളരെ കരുതലോടെ പേടിക്കുന്നവരുണ്ട്. ഇവരെ എല്ലാവരെയും വീട്ടിൽ നിന്ന് കുടിയിറക്കി അവിടെ താമസിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പകരം ആ വീടിന്റെ നെടുംതൂണുകളായ ആളുകൾ വഴികാട്ടികളായി മാറുകയും വീട്ടിൽ നല്ല അന്തരീക്ഷത്തിലായി വളരുന്ന ഭാവി തലമുറയെ നന്നാക്കി വളർത്തിയെടുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുകയും വേണം. അവർ കേടുവരുന്ന എന്തെങ്കിലും സ്വഭാവങ്ങളോ പതിവുകളോ രഹസ്യ പരസ്യ നീക്കങ്ങളോ ഉണ്ടെങ്കിൽ വീടുകളിൽ നിന്ന് അതെടുത്തു മാറ്റണം. ബറക്കത്തിന്റെ കേന്ദ്രങ്ങളാകണം നാം താമസിക്കുന്ന ഭവനങ്ങളൊക്കെ. നമുക്ക് പരിചയമില്ലാത്തൊരു മനുഷ്യൻ പെട്ടെന്ന് വന്ന് ഞാനൊന്ന് താമസിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ കയറി അയാൾ താമസിക്കുമ്പോഴേക്ക് ഇവിടെ കടക്കേണ്ടതില്ലായിരുന്നു എന്ന പരുവം വരരുത്. നല്ല സ്വഭാവങ്ങളാണ് ആ വീട്ടിൽ ഉണ്ടാകേണ്ടത്. ഒരു അൻസ്വാരിയായ സ്വഹാബിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും നല്ല സ്വഭാവത്തിൽ അല്ലാഹു സന്തോഷിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പരദേശിയായ ഒരു മനുഷ്യൻ വന്ന് വല്ലാതെ വിശക്കുന്നുണ്ട്, ഭക്ഷണം കിട്ടിയാൽ തിരക്കേടില്ല, ഇന്നി മജ്ഹൂദുൻ, ഞാൻ വിശക്കുന്നവനാണ്. 9 വീട്ടിലേക്കും തങ്ങൾ ആളെ പറഞ്ഞയച്ചു. 9 റൂമുകളിൽ താമസിക്കുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹദിമാർ പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് മാ ഇൻദി ഇല്ലാ മാ, അല്ലാഹുവല്ലേ നബിയെ തങ്ങൾ അയച്ചത്, ആ അല്ലാഹുവെ സത്യം ചെയ്തു പറയുന്നു, വെള്ളം അല്ലാതെ മറ്റൊന്നും ഇവിടെ കൊടുക്കാനില്ല. ലോകത്തുള്ള വിശ്വാസികളുടെ മാതാക്കളാണവർ. അവരുടെ കുടിലുകളിൽ ഒരു രാത്രിയിൽ ഭക്ഷണത്തിന് വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് തങ്ങളോട് പറയുമ്പോൾ അവിടെ വല്ലതും ഉണ്ടോന്ന് പോയി നോക്കാൻ ആളെ വിട്ടപ്പോൾ 9 വീട്ടിൽ നിന്നും ഒരേ മറുപടി, മാ ഇന്ദി ഇല്ലാ മാ, വെള്ളം അല്ലാതെ മറ്റൊന്നും ഈ വീട്ടിലില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ പിന്നെ പുറത്ത് ആരെങ്കിലും ഇദ്ദേഹത്തെ സൽക്കരിക്കണം, വിശന്ന മനുഷ്യനാണ്, ആരാണ് ഇദ്ദേഹത്തെ സൽക്കരിക്കുക? ഒരു അൻസ്വാരിയായ സ്വഹാബി പറഞ്ഞു, ഞാൻ സൽക്കരിക്കാം. അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് ഒരു റിപ്പോർട്ടിൽ അങ്ങനെ കാണാം, ഭാര്യയോട് പോയിട്ട് പറഞ്ഞു, ഭക്ഷണമുണ്ടോ? മക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണമുണ്ട്. അവർ ഭക്ഷണം ചോദിക്കുമ്പോ വല്ല കാരണങ്ങളും പറഞ്ഞ്, നുണയല്ല സത്യമാകുന്ന വല്ലതും പറഞ്ഞ് അവരെ നീ അങ്ങ് ഉറക്കണം. നമ്മുടെ അതിഥിയുമായി ഞാൻ കടന്നു വരുമ്പോൾ ഉൾഭാഗത്തെ വിളക്ക് നീ കെടുത്തണം.
അങ്ങനെ കെടുത്തുമ്പോൾ അതിഥിക്ക് മനസ്സിലാകും വീട്ടിലുള്ളവരെല്ലാം ഭക്ഷണം കഴിച്ചു കിടന്നു വിശ്രമിക്കുന്നു, ഇനി ഭക്ഷണം കഴിക്കാനുള്ളത് ഞാൻ മാത്രമാണ്. ആ ഉള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അദ്ദേഹം ഹൃദ്യമായി അത് ഭക്ഷിക്കും. അതിഥിയായി വരുന്ന മനുഷ്യൻ റാഹത്തോടെ എത്രയാണോ വീട്ടിൽ നിന്ന് ഭക്ഷിക്കുന്നത് അത്രയധികം ആ വീടിന് ബറക്കത്ത് ഏറെ കിട്ടുന്നതാണ്. പക്ഷെ വരുന്നവരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അയാളെ സ്വയഷ്ടപ്രകാരം അയാൾ എത്രയാണോ സന്തോഷപൂർവ്വം കഴിക്കുന്നത് അതിനനുസരിച്ച് ബറക്കത്ത് ആ വീട്ടിൽ എങ്ങനെ കൂടിക്കൂടി വരും. ഇനി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും നല്ല സന്തോഷമുള്ള സമീപനമാണ് ആ വീട്ടിലെങ്കിലും ആ വീട്ടുകാർക്ക് എന്നും ബറക്കത്ത് വരും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരിചയമില്ലാത്ത 2-3 ആളുകൾ വന്നപ്പോൾ എത്ര പെട്ടെന്നാണ് അവർക്ക് സൽക്കാരം ഒരുക്കിയത്. ഖുർആൻ പറയുന്നുണ്ട്, ഏറെ താമസിക്കാതെ, ഒട്ടും താമസിക്കാതെ ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഉജ്ലിൻ സമീൻ. പെട്ടെന്ന് ഭാര്യ സാറ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോയിട്ട് 1-ാം നമ്പർ ചുട്ടെടുത്ത കാളക്കുട്ടിയുമായി വന്നു. പൊരിച്ചെടുത്തതല്ല, ചുട്ടെടുത്തതാണ്. ഏത് കാലത്തും ചുട്ടതിനാണ് ഡിമാൻഡ് കൂടുതൽ. ചുട്ട കാളക്കുട്ടി അതിന്റെ ഒരു പീസല്ല, മൊത്തമാണ്. ഒരു ചെറിയ കാളക്കുട്ടിയെ എടുത്ത്, അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമ്പത്തിൽ കൂടുതൽ ഉള്ളത് കാളകളാണ്, അതിനെ ചുട്ടെടുത്ത് നേരെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പക്ഷേ ഫലമ്മാ റആ ഐദിയഹും ലാ തസിലു ഇലൈഹി നകിറഹും വഔജസ മിൻഹും ഖീഫ. ഈ വന്ന അതിഥികളുടെ കൈകൾ അതിലേക്ക് നീളാത്തത് കണ്ടപ്പോൾ മഹാനവർകൾ ഭയന്നു, വല്ലാതെ പേടിച്ചു. ഉൾഭയം വന്നപ്പോൾ അവര് പറഞ്ഞു, ഖാലൂ ലാ തഖഫ്, ഒട്ടും പേടിക്കരുത്, ഭയക്കരുത്. നിങ്ങളിൽ നിന്ന് ആതിഥ്യ മര്യാദ ആവോളം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകളല്ല. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് അലൈഹിസ്സലാമിലേക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകളാണ്. ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ വേണ്ട വിധം ശിക്ഷിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഒരു ചെറിയ വിഷയം പറയാൻ വേണ്ടി ഇവിടെ കയറിയതാണ്. പക്ഷേ ആ വിഷയം പറയുമ്പോഴേക്ക് എന്തൊരു സൽക്കാരമാണ് ലഭിച്ചത്. സൽക്കാരം കിട്ടിയിട്ട് വിഷയം പറയുന്നു. എന്താ ഞങ്ങൾ വന്ന കാര്യമെന്നറിയുമോ? നിങ്ങൾക്ക് അല്ലാഹു തആല നല്ലൊരു കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫബശ്ശർനാഹാ ബിഇസ്ഹാഖ് വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. ഇസ്ഹാഖ് എന്നൊരു പുത്രൻ നിങ്ങൾക്ക് ജനിക്കാനുണ്ട്. ഇസ്ഹാഖ് എന്ന പുത്രന് ജനിക്കുന്ന ഒരു പൗത്രനുണ്ട്. നിങ്ങളെ പേരക്കുട്ടി യാക്കൂബ് എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ആ പേരക്കുട്ടിയെ കാണാനും നിങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ് തരും. അത് പറഞ്ഞപ്പോൾ സാറ ബീവി റളിയല്ലാഹു അൻഹ വാതിലിന്റെ അപ്പുറത്ത് വെച്ച് അത്ഭുതത്തോടെ പറഞ്ഞു, യാ വൈലതാ ആലിദു വഅന അജൂസുൻ വഹാദാ ബഅലി ശൈഖാ. യാ വൈലതാ ആലിദു, ഞാൻ ജന്മം നൽകുകയോ, ഞാൻ കുഞ്ഞിന് ജന്മം നൽകുകയോ, വഅന അജൂസ്, ഞാൻ വയോവൃദ്ധയായിട്ടുണ്ടല്ലോ, വഹാദാ ബഅലി ശൈഖാ, എന്റെ ഭർത്താവ് ഈ ഇരിക്കുന്ന ആളും വല്ലാതെ വയസ്സെത്തിപ്പോയിട്ടുണ്ടല്ലോ. അന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 100 വയസ്സിലധികമായിട്ടുണ്ട്. ഏകദേശം വ്യത്യാസമില്ലാതെ ഒരു 90-ന് ശേഷമുള്ള വയസ്സ് സാറ ബീവി റളിയല്ലാഹു അൻഹക്കുമായിട്ടുണ്ട്. ഇത് കണ്ടവർ അത്ഭുതപ്പെട്ടപ്പോൾ മലക്കുകൾ പറഞ്ഞു, അത്ഭുതപ്പെടേണ്ടതില്ല, അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷേ ആ കിട്ടിയ ആതിഥ്യ മര്യാദയുടെ സന്തോഷ കാരണം മലക്കുകൾ വീട്ടുകാർക്ക് ദുആ ചെയ്തു. റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്. ഓ കുടുംബമേ, ഓ വിശുദ്ധ കുടുംബമേ, അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും സദാ നിങ്ങൾക്കുണ്ടാകട്ടെ. അന്ന് ദുആ ചെയ്തതിന്റെ അനന്തര ഫലം ഇന്നും നിലച്ചിട്ടില്ല.
സർവ നിസ്കാരത്തിലും പറയാറില്ലേ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബത്തിനും നീ ഗുണം ചൊരിഞ്ഞതുപോലെ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൂടെ പറയുന്നതാണ്. ഞാൻ എൻ്റെ സഹോദരീ സഹോദരങ്ങളോട് പറയുന്നത്, ആദ്യത്തെ പോയിന്റ്, വീട് ബറക്കത്തിന്റെ കേന്ദ്രങ്ങളാകണം. വീട്ടിലുള്ളവർ കേടാകാതിരിക്കണമെങ്കിൽ നല്ല വീടിന്റെ അകത്ത് നിന്നെങ്ങനെ ദുഷിച്ചവര് വരിക? ഒരിക്കലും ഇല്ല. നല്ല വീടിന്റെ അകത്ത് നിന്ന് നല്ലവരാണ് പൊട്ടി പുറപ്പെടുക. നല്ല സ്വഭാവികളാണെങ്കിൽ മക്കളും നല്ല സൽസ്വഭാവികളാണ്. ഉമ്മയും ഉപ്പയും നല്ല സ്നേഹത്തിലാണെങ്കിൽ മക്കളും അങ്ങനെയാണ്. നല്ല സഹകരണത്തിലാണെങ്കിൽ അവരിലും നല്ല സഹകരണമാണ്. അവര് എല്ലാം ക്ഷമിക്കാനും ത്യജിക്കാനും കഴിവുള്ളവരാണോ മക്കളിലും അങ്ങനെയുണ്ടാകും. സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണോ മക്കളും അങ്ങനെ തന്നെയാകും. നീതിയുടെ ധർമ്മത്തിന്റെ പക്ഷത്ത് കരുത്താർജിച്ചവരാണോ മക്കളിലും അത് കണ്ടു കഴിയാൻ പറ്റും. അങ്ങനെ നല്ല ബറക്കത്തുള്ള കേന്ദ്രങ്ങളാകണം നമ്മുടെ വീടുകൾ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ ബറക്കത്തിന്റെ കുറവ് നമ്മുടെ വീടുകളിൽ ഉണ്ടോ? ഉണ്ട്, തീർത്തും ഉണ്ട്. ബറക്കത്തിന് എതിരാകാനുള്ള കാരണമെന്താണ്? ഞാൻ ഓരോന്നും സമയബന്ധിതമായി പറയുന്നു. വഅദ് കേട്ട് ഒച്ച കേട്ട് പോയാൽ പോരാ, എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കണം. അള്ളാഹു പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലൂടെയുള്ള ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പഠിപ്പിച്ച വസ്തുതകളാണ് പറയുന്നത്. തിരുത്തേണ്ടത് തിരുത്തണം, കൂട്ടേണ്ടത് കൂട്ടണം, എന്നിട്ട് നല്ല സമൃദ്ധിയുടെ വീടാകണം. വീട് കാണുമ്പോഴേക്ക്, സ്വഭാവം കാണുമ്പോഴേക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് നല്ല ആള് വരും എന്ന് മഹാന്മാര് നേരത്തെ പലരോടും പറഞ്ഞതുപോലെ നല്ലവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭവനങ്ങളാകണം നമ്മുടെ ഭവനങ്ങൾ. നല്ലവർക്കുള്ള ശിക്ഷാ കേന്ദ്രങ്ങളാകണം. ഉമ്മമാരെ, ചരിത്രത്തിൽ ഇടം നേടിയ ഒരുപാട് മഹാരഥന്മാരെ മാതാക്കളാണ് വളർത്തുവിട്ടത്. ഒരുപാട് മഹാരഥന്മാരെ മഹാന്മാരാക്കിയത് ഉമ്മമാരാണ്, ഉപ്പമാരാണ്. അവരതിനു വേണ്ടി നന്നായി പ്രവർത്തിച്ചു. കേടുപാടുകൾ പറ്റുമോ എന്ന് സസൂക്ഷ്മം വീക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ കരുതലോടെ ഇരുന്ന് അവർ വീടും വീടിന്റെ പരിസരവും വീടിന്റെ ഉൾഭാഗവും ആ വീടിനുള്ളിൽ താമസിക്കുന്ന ആളുകളുടെ ലെവലും എല്ലാം അവർ ശരിയാക്കി വെച്ചു. ആ വീട്ടിൽ വളർന്ന ആളുകളെ കിട്ടണമെന്ന് മറ്റുള്ളവർ മോഹിക്കുന്ന രൂപത്തിൽ ഇവരെ സ്വഭാവവും സംസ്കാരവും സമ്പന്നമാക്കി. ഇരിക്കട്ടെ, വീട്ടിൽ ബറക്കത്ത് കുറയാൻ പാടില്ല. വീട് സമാധാനത്തിന്റെ ബറക്കത്തിന്റെ കേന്ദ്രങ്ങളായി മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞിടത്ത് സൂറത്തുൻ നഹ്ലിൽ അല്ലാഹുവിന്റെ തൗഹീദിന്റെ തെളിവുകൾ പറയുമ്പോ കൂട്ടത്തിൽ അല്ലാഹു പറയുന്നൊരു തെളിവാണ്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അല്ലാഹു നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് സകൻ നൽകി, സായുജ്യമടയാനുള്ള അവസ്ഥ അല്ലാഹു തന്നു. നിങ്ങൾ അങ്ങാടിയിലാകുമ്പോഴുള്ള അവസ്ഥയല്ല വീട്ടിൽ, ജോലി സ്ഥലത്താകുമ്പോഴുള്ള അവസ്ഥയല്ല വീട്ടിൽ. വീട്ടിലെത്തിയാൽ ഒരു ശാന്തതയുണ്ട്, വീട്ടിലെത്തിയാൽ ഒരു സമാധാനമുണ്ട്. ആ വീട്ടിൽ കാര്യമായി ഒന്നുമില്ലെങ്കിലും, കുടിക്കാനോ കഴിക്കാനോ ഒന്നുമില്ലെങ്കിലും അവനവന്റെ വീട്ടിലെത്തുമ്പോഴേക്ക് വല്ലാത്തൊരു സമാധാനമാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ ഭവനങ്ങൾ, ആ ഭവനങ്ങളിൽ അല്ലാഹു നിങ്ങൾക്ക് സായുജ്യം നൽകിയിട്ടുണ്ട്. അത് അല്ലാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ്. മനുഷ്യന്മാര് താമസിക്കുന്ന വീടുകൾ മൊത്തത്തിൽ രണ്ടെണ്ണമാണ്. താൽക്കാലിക ഭവനങ്ങളുണ്ട്, സ്ഥിരതാമസത്തിന് വേണ്ടി വല്ലാതെ കെട്ടുറപ്പോടെ പണിതുണ്ടാക്കുന്ന ഭവനങ്ങളും ഉണ്ട്. ജോലി സ്ഥലത്ത് കെട്ടുന്ന ടെന്റുകൾ കണ്ടില്ലേ, അത് താൽക്കാലിക താമസ കേന്ദ്രങ്ങളാണ്. അതെ, അവിടെ നിന്ന് ഒരു 5-6 മാസം
മാസം ജോലിയെടുത്ത് പിന്നെ സ്ഥിരതാമസത്തിന് വേണ്ടി മണ്ണും കളിമണ്ണും സിമന്റും മറ്റു ഉപകരണങ്ങളൊക്കെ ചേർത്തുണ്ടാക്കിയ നല്ലൊരു ഭവനമുണ്ട്. ആ ഭവനത്തിലേക്ക് മാറി താമസിച്ച് വിശ്രമിക്കുന്ന പതിവുണ്ട്. അള്ളാഹു അനുഗ്രഹത്തിന് വേണ്ടി തന്ന ഈ വീടുകൾ, ആ വീട്ടിൽ സദാ അനുഗ്രഹങ്ങൾ വർഷിക്കേണ്ടതുണ്ട്. ഒരിക്കലും ആ വീട്ടിൽ അനുഗ്രഹത്തിന്റെ കേടായി ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആ വീട്ടിൽ താമസിക്കുന്ന ഏറ്റവും നെടുന്തൂണുകളായ ബാപ്പമാരോടും ഉമ്മമാരോടും ആദ്യമായി ഞാൻ പറയട്ടെ, വീടിന്റെ ബറക്കത്തിന്റെ കുറവ് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമ്മുടെ വാക്കിലൂടെ അനാവശ്യ സംസാരങ്ങൾ വീട്ടിൽ മുഴങ്ങരുത്. എല്ലാ ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കണം. അനാവശ്യ സ്വരങ്ങൾ വീട്ടിന്റെ ഉൾഭാഗത്ത് വെച്ച് നമ്മുടെ നാവിലൂടെ വരരുത്. കാരണം ആ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടില്ലേ, വിശുദ്ധ ഖുർആൻ ഇരിക്കുന്നുണ്ട്, വിശുദ്ധ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഇരിക്കുന്നുണ്ട്, മഹാരഥന്മാരുടെ ചരിത്രത്തിന്റെ താളുകൾ ഇരിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും മറന്ന് നമ്മളെങ്ങനെയാണ് കൽബേന്ന് വിളിക്കുക, നമ്മളെങ്ങനെയാണ് ഖിൻസീറേന്ന് വിളിക്കുക, നമ്മളെങ്ങനെയാണ് ഹിമാറേന്ന് വിളിക്കുക? അനാവശ്യ സംസാരങ്ങൾ വീട്ടിന്റെ ഉള്ളിലുണ്ടോ, ആ വീട് മാലിന്യത്തിൽ നിന്ന് മുക്തമല്ല. നല്ലവരാണ് വീട്ടിന്റെ ഉള്ളിൽ സംസാരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട്, അയാൾ വരുന്നുണ്ട്, സമ്മതം കൊടുത്തേക്ക്, ബീസാഖുൽ അശീർ, ആള് മോശക്കാരനാണ്. ഒരാൾ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാൾക്ക് സമ്മതം കൊടുത്തേക്ക് വീട്ടിലേക്ക് വരാൻ, പക്ഷെ ആള് മോശക്കാരനാണ്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇതെന്താ നബിയെ വർത്താനം? മോശക്കാരനാണെങ്കിൽ പിന്നെ സമ്മതം കൊടുക്കണം? അല്ല, വീട്ടിലേക്ക് കയറാൻ ഒരാൾ സമ്മതം ചോദിക്കുമ്പോ എത്ര മോശക്കാരനാണെങ്കിലും മാന്യത സമ്മതം കൊടുക്കലാണ്. പിന്നെന്തിനാ നബിയെ മോശക്കാരനാന്ന് പറഞ്ഞത്? അത് നിങ്ങൾ സമ്പർക്കം പരിമിതപ്പെടുത്താനാണ്. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കും പോലെ അയാളെ ബഹുമാനിക്കേണ്ട, അയാൾ പെട്ടെന്ന് പോകേണ്ട ആളാ. നിങ്ങളെ സൽക്കാരം കണ്ട് കുറെ ഇവിടെ ഇരുന്ന ആള് ബുദ്ധിമുട്ടാണ്. അയാൾ വേഗം പോയിക്കോട്ടെ, അയാളെ ഉദ്ദേശം നിർവഹിച്ച് വേഗം പോയിക്കോട്ടെ. നിങ്ങൾ എല്ലാവരെയും സൽക്കരിക്കുമ്പോൾ ഇയാളെ സൽക്കരിച്ചാൽ അയാൾ ആ സ്വഭാവങ്ങളൊന്നും മാറ്റാൻ ഒരുക്കുമല്ല, അയാൾ അവിടെ ഇങ്ങനെ ഇരിക്കും. എന്താണ് അയാൾക്ക് കേട്? അയാളെ സംസാരം ശരിയില്ല. വീട്ടിലേക്ക് വരുന്നവരെ വേണ്ട വിധത്തിൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ആതിഥ്യ മര്യാദകൾ വേണ്ട പോലെ മുറ തെറ്റാതെ സ്വീകരിക്കുന്നവരാണ് അവർ. അവരോട് തങ്ങൾ പറയുന്നു, അങ്ങനെ വേണ്ട, ചെറിയ ഒരു ബഹുമാന ആദരവ് കൊടുത്ത ആള് പോയിക്കോട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നൊരു പെണ്ണ് സംസാരിക്കുകയാണ്. സംസാരം കുറെ നേരം ഇങ്ങനെ നീണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒന്ന് സംസാരം ചുരുക്കിയിട്ട് ആ പെണ്ണിനെ യാത്രയാക്കാൻ പറയണം. ആ പെണ്ണ് സ്വഭാവം ശരിയില്ല. തെളിവുകൾ കുനുകുനേന്ന് ഞാൻ പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. ഗീബത്തിന്റെ കേന്ദ്രാകരുത് വീട്, നമീമത്തിന്റെ കേന്ദ്രാകരുത് വീട്, ഫിത്തിനും ഫസാദും പറയുന്ന ഡൈനിങ് ഹാളാകരുത്, അനാവശ്യങ്ങൾ ഖുർആനും സബീനയും പൂട്ടിവെച്ച് പറയുന്ന കേന്ദ്രാകരുത്. അപ്പൊ അവിടുന്ന് നല്ല വിത്ത് മുളക്കാൻ വലിയ പ്രയാസാണ്. കാരണം ചുറ്റുഭാഗത്തും ഇരുന്ന് കേൾക്കുന്നത് വകതിരിവ് എത്തിയതും എത്താത്തതുമായ പറക്കമുറ്റാത്ത മക്കളാണ്. അവരെന്താ കേൾക്കുന്നത്? ബാപ്പയും ഉമ്മയും ആരാനെ തിന്നുന്നത്, ബാപ്പയും ഉമ്മയും എളാപ്പാനെ തിന്നത്, മൂത്താപ്പാനെ തിന്നുന്നത്, അയൽവാസിയെ തിന്നുന്നത്, വല്യാപ്പാന്റെ കുറ്റം കുറവും പറയുന്നത്, ഇതൊക്കെയാണ് പേരക്കിടാങ്ങൾ കേൾക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവരുടെ സ്വഭാവത്തിന് നമ്മൾ നല്ല സ്വഭാവത്തിന് കത്തിവെക്കുകയാണ്. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കള് ദുഷിക്കുന്നത് ബാപ്പ ഉമ്മമാരിലേക്ക് ചേർത്തി പറഞ്ഞത്, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. എല്ലാ മക്കളും ജനിക്കുന്നത് വിശുദ്ധിയുടെ പാകതയിലാണ്. നല്ല പക്വതയിലും പാകതയിലുമാണ് മക്കളെ. ജനനത്തിനൊരു തകരാറും ഇല്ല. പിന്നെ അവരുടെ നല്ല ആ മെന്റലിസം അത് ദുഷിപ്പിക്കുന്നത്, അതിനെ മോശാവസ്ഥ സൃഷ്ടിക്കുന്നത്, അവരെ യഹൂദിയും നസ്രാനിയും മജൂസിയുമാക്കി മാറ്റുന്നത് ഫഅബവാഹു, അവന്റെ മാതാപിതാക്കളാണ്. നല്ല രൂപത്തിൽ സ്നേഹം ചൊരിഞ്ഞ് സ്നേഹം കിട്ടിയ ആണോ പെണ്ണോ ആണെങ്കിൽ ജീവിത
ജീവിതത്തിൽ അവരെ വിട്ടുപിരിയാൻ ഭർത്താവിനും ഭാര്യയ്ക്കും കഴിയില്ല. കാരണം ആ വീട്ടിൽ നിന്ന് പഠിച്ച ഗുണമാണത്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് മറക്കരുത്. വീട്ടിലുള്ള സംസാരങ്ങൾ കൃത്യമായും നിയന്ത്രിക്കേണ്ടതുണ്ട്. വീട് ബറക്കത്തിന്റെ കേന്ദ്രങ്ങളാകാൻ അസ്വാരസ്യങ്ങൾ സംസാരിക്കുന്നത് വീടിന്റെ ബറക്കത്തിന് കുറവാണ്. വഹി ഇറങ്ങിയ വീടല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആര് വന്നാലും നബി തങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട്. അയാൾ അങ്ങനെ, ഇയാൾ ഇങ്ങനെ, മറ്റാളെ നടത്തം ഇങ്ങനെ, മറ്റാളെ ഭാഷ ഇങ്ങനെ എന്ന് ആരും എന്നോട് പറയാൻ പറ്റൂല. എനിക്കത് താല്പര്യമില്ല, എനിക്കത് ഇഷ്ടമില്ല. ഇത് ആദ്യം മുന്നോട്ട് വെക്കുന്നൊരു ഡിമാൻഡാണ്. എന്തിനാണെന്നറിയോ? നല്ലത് മാത്രം പറയാനാണ്, നല്ലത് മാത്രം കേൾക്കാനാണ്, നല്ലത് മാത്രം ചോദിക്കാനാ, നല്ലത് മാത്രം ശീലിക്കാനാണ്. ഇത് ബാപ്പമ്മാനെങ്ങനെ പൊരിച്ചുമ്പോ ഉമ്മ ചിലപ്പം ഡോസ് കൂടിയതായിരിക്കും. ബാപ്പാനെ പൊരിച്ചുമ്പോ മക്കൾ ഇങ്ങനെ നടുത്തളത്തിൽ നിന്ന് ഇങ്ങനൊക്കെ സ്റ്റേജിലെത്തുമ്പോ ഇങ്ങനെ ആകണം, ഇങ്ങനൊക്കെ എത്തുമ്പോ ഇങ്ങനെ ആകണം, ഇങ്ങനൊക്കെ കുഴപ്പങ്ങൾ വരുമ്പോ ഇങ്ങനെ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ല സ്വഭാവത്തിൽ വളർന്നു വരേണ്ട കുട്ടി മൂന്നാമത്തെ വയസ്സിൽ ഒരു ചെറിയ പാഠശാലയിൽ കൊണ്ടുപോയി ചേർക്കുന്ന ഒരു കറയും കൽബിലില്ലാത്ത കുട്ടി, ആ കുട്ടിയെ വേറൊരാൾ ഇങ്ങനെ നുള്ളിയപ്പോഴേക്ക് കുട്ടി വിളിച്ചു മരപ്പോത്തെ. കുട്ടിക്ക് എവിടുന്ന മരപ്പോത്തേന്ന് ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തതാ, ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തതാ, മാഷ് പഠിപ്പിച്ചു കൊടുത്ത? അങ്ങനെ ഒരു അധ്യായം ഉണ്ടോ മരപ്പോത്തിന്റെ അധ്യായം? എവിടുന്ന അത് വന്നത്? നമ്മളെ നാവിൽ നിന്ന് നിർഗളിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ചു അല്ല, എവിടുന്നത് കിട്ടിയത്? എവിടുന്നാണ് കിട്ടിയത്? നമ്മളും നമ്മുടെ പരിസരങ്ങളൊന്നും കിട്ടിയതാണ്. ഒരിക്കൽ എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദ് ഞാനും എൻ്റെ ഭാര്യയും നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ കുട്ടിയിൽ നിന്ന് ഒരു നിൽക്കം ഞങ്ങൾ കേൾക്കാത്തൊന്ന് കേട്ടപ്പോ പതുക്കെ ആ കുട്ടിയെ ഒന്ന് സ്വാധീനിച്ചിട്ട് ഉമ്മ മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് തലോടിട്ട് ചോദിച്ചു, മോനിപ്പോ പറഞ്ഞത് എവിടുന്നാ കിട്ടിയത്? അതുമ്മ ഞാൻ അവിടെ കളിക്കാൻ പോയപ്പോ അതാ ആ കുട്ടി ആ കുഞ്ഞോന്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അതങ്ങനെ പകർന്നു, കുട്ടികൾ അങ്ങനെ പകർത്തുകയാണ്. ആ പകർത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ അവർ കണ്ട് പഠിക്കുകയാണ്, പിന്തുടരുകയാണ്. നമ്മൾ അല്ലാഹുവിനോട് എന്താ ദ്വാരക്കുന്നത് പല സമയത്തും? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഒരു സ്ഥാനം എല്ലാവർക്കും ചോദിച്ചു വാങ്ങാന്ന് മഹാന്മാര് പറഞ്ഞു. അതെന്താണ്? ദീനീ രംഗത്ത് സ്വന്തം പിന്നിലുള്ളവർക്കൊരു ഇമാമാകാൻ, മാതൃകായോഗ്യനാകാൻ ആണും പെണ്ണും അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. ഞങ്ങളുടെ നാഥാ, ഞങ്ങളെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമയേകുന്നതിനെ തരണം. ദുനിയാവിലും ആഖിറത്തിലും അവരെ കൊണ്ട് കൺകുളിർമ ലഭിക്കണം. കൺകുളിർമ കിട്ടുന്നത് ഫിദ്ദീനി, ദീനിലാണ്, ദുനിയാവിലല്ല എന്ന് റാസി ഇമാം തങ്ങൾ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ദുനിയാവിന്റെ വിഷയത്തിലുള്ള കുളിർമയാണെങ്കിൽ എല്ലാവരും അതിന് തുല്യരാണ്, അതൊരു കുളിർമയായി കൂട്ടാനില്ല. ദീനിന്റെ വിഷയത്തിലുള്ള കുളിർമയാണ് ഉദ്ദേശിക്കുന്നത്. പറയാതെ തന്നെ ഫർള് നിസ്കരിക്കും, പറയാതെ തന്നെ സുന്നത്ത് നിസ്കരിക്കും, പറയാതെ തന്നെ ജമാഅത്തിന് പോകും, ആട്ടാതെ തന്നെ ഖുർആൻ ഓതും, ഒന്നും പറയാതെ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യും. ആ ഒരു പക്വതയിലേക്ക് എത്തുന്ന രൂപത്തിൽ നല്ല മക്കളായി തീരാനല്ലേ അള്ളാഹുവിനോട് ദ്വാരക്കുന്നത്. തൊട്ടു താഴെ നമ്മൾ പറയുന്നു, അവരങ്ങനെ ആകണമെങ്കിൽ ഞങ്ങളും നന്നാകണമല്ലോ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആ മുത്തഖീങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അവർക്കൊരു ഇമാമായി നിന്നുകൊടുക്കാൻ, ഞാൻ എന്റെ ജീവിതം ശരിയാക്കുന്നത് എന്റെ ബാപ്പാനെ കണ്ടാണെന്ന് പറയാൻ, ഞാൻ എന്റെ സ്വഭാവം ക്രമീകരിക്കുന്നത് എന്റെ ഉമ്മാനെ കണ്ടാണെന്ന് പറയാൻ പറ്റുന്ന പക്വതയിൽ ഞങ്ങളെ നീ ആക്കണേ. ഇത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ സ്വഭാവ വൈശിഷ്ട്യത്തിൽ ജീവിച്ച ഒരു മാതാവിന്റെയും പിതാവിനും പിറന്ന ആണിനെയും പെണ്ണിനെയും ഒരു കുടുംബം സ്വീകരിച്ചിട്ട് ഒരിക്കലും കഴിയൂല.
ലോക ചരിത്രത്തിന് സാക്ഷിയല്ലേ, പറഞ്ഞാ തീരോ? ഞാൻ ഒറ്റ ഒന്ന് പറയട്ടെ. ഉദാഹരണത്തിന്, ബാപ്പാന്റെ ഉമ്മാന്റെ സ്വഭാവം നന്നായിട്ട് മക്കൾ ഉത്കൃഷ്ടരായിട്ട് ആ മക്കളെ കിട്ടണമെന്ന് മോഹിച്ചവരും അങ്ങനെ കിട്ടിയിട്ട് എന്തു പ്രതിസന്ധി വന്നിട്ടും കയ്യെത്താത്തവരും എത്ര ഉണ്ട്? ഒഴിച്ചു കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 25 വർഷത്തെ നീണ്ട കുടുംബ ജീവിതം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയാണ്. അത്ര കുടുംബ ജീവിതം മറ്റൊരു ഭാര്യമാരുടെ കൂടെയും തങ്ങൾ നിർവഹിച്ചിട്ടില്ല. ആ 25 കൊല്ലത്തെ ജീവിതത്തിൽ പിറന്ന മക്കളാണ് 6 മക്കളും. അതിൽ 4 മക്കൾ പെൺമക്കളാണ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ എന്നൊരു മകളുണ്ട്. ആ സൈനബ് ബീവിയെ നിയമങ്ങൾ വരുന്നതിന്റെ മുമ്പ്, മാറ്റങ്ങളുടെ നിയമങ്ങൾ വരുന്നതിന്റെ മുമ്പ് സൈനബ് ബീവിയെ കല്യാണം കഴിച്ചിരുന്നത് അബുല്ലാസാണ്. അബുല്ലാസ് അന്ന് മുസ്ലിം അല്ല. അന്നങ്ങനെ മുസ്ലിമിനെ വിവാഹം ചെയ്തു കൊടുക്കാവൂ എന്ന നിയമം ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അബുല്ലാസ് കല്യാണം കഴിച്ചു. നബി തങ്ങൾ മദീനയിലേക്ക് പോയപ്പോഴും അബുല്ലാസും സൈനബ് ബീവി മക്കത്താണ്. ബദറിലേക്ക് മുശ്രിക്കുകൾ പോകുമ്പോ നബി തങ്ങളെ എതിർ സ്ഥാനത്ത് അബുല്ലാസ കക്ഷികളിലുണ്ട്. അബുല്ലാസിനോട് മുശ്രിക്കുകൾ പറഞ്ഞു, അബുല്ലാസെ, ആ പെണ്ണിനെ കൂടെ വെച്ചിട്ട്, ആ മകളെ കൂടെ വെച്ചിട്ട് അമ്മോശനോട് യുദ്ധത്തിന് പോകാന്ന് പറഞ്ഞൊരു മോശല്ലേ, അപ്പൊ നല്ല ശൈലൊന്ന് ത്വലാക്കല്ലേ അവിടെ കൊണ്ടാക്കിയിട്ട് പോകില്ലേ നല്ലത്. അബുല്ലാസ് പറഞ്ഞു, നിങ്ങൾക്ക് എന്തും പറയാം, അത് മാത്രം പറയരുത്. സൈനബ് ബീവിയെ ഒഴിവാക്കാനുള്ള ഒരു വർത്തമാനം പറയരുത്. അത്തരത്തിൽ ഒരു കുട്ടിയെ ഈ രാജ്യത്ത് ഞാൻ നോക്കിക്കാണുന്നില്ല. അബുല്ലാസ് പറയാണ്, എനിക്കത്തരത്തിൽ സ്നേഹം തരാനും എന്നോട് സഹകരിക്കാനും ഇണങ്ങാനും അതുപോലെ പറ്റിയൊരു മകള് ഈ നാട്ടിലല്ല, ഈ രാജ്യത്ത് തന്നെ കാണാൻ പറ്റൂല. എന്താണ് സൈനബ് ബീവിന്റെ സ്നേഹം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചില്ലറ സ്നേഹം. എവിടുന്നാണ് ഈ സ്നേഹം കിട്ടിയത്? സ്നേഹത്തിന്റെ വിശദീകരിച്ചാലും വറ്റാത്ത രൂപത്തിൽ കിടക്കുന്ന അധ്യായങ്ങളെ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. മഹദിയിൽ നിന്നല്ലേ ഇത് പഠിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നല്ലേ പഠിക്കുന്നത്. ഭർത്താവിനെ കുഴക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് മുശ്രിക്കുകളിൽ നിന്ന് വന്നാൽ അതിന് പരിഹാരം കൊടുത്തത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ചില്ലറ പരിഹാരം ഒന്നും ഞങ്ങൾ ആലോചിച്ചു. കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 40ാമത്തെ വയസ്സിൽ നേരത്തെ 2 ഭർത്താക്കന്മാർ കഴിഞ്ഞ് നബിതങ്ങളെ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് വിവാഹം ആലോചിച്ച് തങ്ങളെ വരനായി സ്വീകരിച്ചപ്പോ മക്കക്കാർ ആദ്യം പറഞ്ഞ ആക്ഷേപം എന്താ? ഖദീജ, ഒരു പൈസ ഇല്ലാത്ത ഒരു പച്ച പാവത്ത് നോക്കിയിട്ടാണോ ഭർത്താവായി തെരഞ്ഞെടുക്കാൻ കണ്ടത്? അതിന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ പരിഹാരം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, എന്റെ സ്വത്തിന്റെ മുഴുവൻ അധികാരവും തങ്ങളെ ഞാൻ ഏൽപ്പിച്ചു. ഇനി ആ സമ്പത്തെടുത്ത് തങ്ങൾ ചെലവഴിച്ചോളൂ. അതല്ലേ തങ്ങൾ പറഞ്ഞത്, ജനങ്ങളെല്ലാവരും എനിക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോ എനിക്ക് വേണ്ടത് അത്രയും തന്ന് എന്നെ സഹായിച്ചത് എന്റെ ഖദീജയാണ്. ഖുർആനും അതെടുത്തു പറഞ്ഞില്ലേ, വവജദക ആയിലൻ ഫഗ്നാ. വവജദക ആയിലൻ, നബിയെ തങ്ങൾ ദാരിദ്ര്യാവസ്ഥയിലായിട്ട് അല്ലാഹു തങ്ങളെ എത്തിച്ചു. ജനങ്ങൾ തങ്ങളെ പറ്റി അങ്ങനെ മനസ്സിലാക്കി. ഫഗ്നാ, അല്ലാഹു തങ്ങൾക്ക് ഐശ്വര്യം തന്നു. ഇമാം ഖുർത്തുബി തങ്ങൾ ആയത്ത് വിശദീകരിച്ചു പറഞ്ഞു, ഫഗ്നാക ബിമാലി ഖദീജത, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് തന്ന് തങ്ങളെ അല്ലാഹു സമ്പന്നനാക്കി. അതൊരു സ്നേഹത്തിന്റെ പരിഹാരമാണ്. ഒരു സ്ഥലത്തും ആ സ്നേഹത്തിന് കുറവില്ല. 3 കൊല്ലം ഷൈബ് അബി ത്വാലിബിൽ താമസിച്ചപ്പോൾ ഉമ്മമാരെ, നമ്മൾ സ്നേഹത്തിന്റെ സഹനത്തിന്റെ പാഠം പഠിക്കണം. കാരണം നമ്മളെ കണ്ട് ജീവിക്കുന്നവർക്ക് നമ്മൾ മാതൃകയാകണം. എപ്പോഴും അടിച്ചുപൊളി സുഖപ്പൊളി മാത്രം കരുതരുത്. ത്യാഗം ചെയ്യാനും സഹനം ചെയ്യാനും കഷ്ടപ്പെടാനും എല്ലാറ്റിന്റെയും മാതൃക കാണിച്ചു പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാറ്റിന്റെയും എല്ലാ നന്മയുടെയും മാതൃകകളുടെ കേന്ദ്രമായി ഗുരുക്കളായി മാറേണ്ടത് മാതാപിതാക്കളല്ലേ. അദബ് അള്ളാഹു നൽകുന്നതല്ല, അദബ് മാതാപിതാക്കളിൽ നിന്ന് വരുന്നതാണ്. അസ്സലാഹിയത്തു മിനല്ലാഹ് വൽ അദബു മിനൽ വാലിദൈൻ.
മക്കൾക്ക് അദബ് കിട്ടേണ്ടത് ബാപ്പ ഉമ്മമാരിൽ നിന്നാണ്. അവർക്ക് സ്വലാഹിയത്ത് ലഭിക്കേണ്ടത്, അവര് സജ്ജനങ്ങളിൽപ്പെട്ട സച്ചരിതരാകാനുള്ള അവസ്ഥ ലഭിക്കേണ്ടത് അത് അള്ളാഹുവിൽ നിന്നാണ്. ബാപ്പയും ഉമ്മയും കൃത്യമായി അദബ് പഠിപ്പിച്ചിട്ടുണ്ടോ, ആ കുട്ടിയും ആ മകളും ആ മകനും സ്വാലിഹായേ പറ്റൂ. തർക്കല്ല വിഷയത്തിൽ. വീട്ടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ബാപ്പയും ഉമ്മയും സദാസമയത്തും തെറിയഭിഷേകം പറയുന്നവരാണെങ്കിൽ മക്കൾ അങ്ങാടിയിൽ വന്ന് പറയുന്നതിന് ആരെ പറയാനാണ്? അവര് കളിക്കളങ്ങളിൽ തല്ലുന്നതിനും ചീത്ത പറയുന്നതിനും ആരെ പറയാനാണ്? സ്കൂളിൽ വെച്ച് അധ്യാപകന്മാരുടെ, മദ്രസിൽ വെച്ച് ഉസ്താദുമാരുടെ മുഖത്തു നോക്കി ചീത്ത പറയുന്നതിന് ആരെ പറയാനാണ്?